ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഫ്രം കേരള. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് ബ്രൗണിംഗ് എഴുതിയ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന പോം ആണ്. റോബർട്ട് ബ്രൗണിംഗ് തൻ്റെ കവിതകളിൽ ഡ്രമാറ്റിക് മോണോലോഗ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിലോക്കിയാണ്. അതായത് ആത്മകഥം, ഒരാൾ സ്വയം സംസാരിക്കുന്നത്, തന്നോട് തന്നെ സംസാരിക്കുന്നതാണ് സോളിലോക്കി എന്ന് പറയുന്നത്. ഒരു ഡ്രമാറ്റിക് മോണോലോഗിലോട്ട് വരുമ്പോൾ ഇത് ഒരാൾ തന്നോട് തന്നെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ തൻ്റെ ഒരു ഇമാജിനറി ലിസണറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതോ ആണ്. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ബെസ്റ്റ് പോയംസിൽ വരുന്ന ഒരു പോയം കൂടെയാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു മോണോലോഗാണ്. ഈ ഒരു പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ ടൗൺ ആയിട്ടുള്ള ഫെറാറയിലാണ്. സ്ത്രീകളെയൊക്കെ ഒരു ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് കണ്ടുവന്നിരുന്ന ആ ഒരു ടൈം പീരിയഡിലാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഈ ഒരു പോയത്തിൽ ഡ്യൂക്കിന് തൻ്റെ വൈഫ് മറ്റുള്ളവരായിട്ടൊന്നും സന്തോഷത്തോടെ ഇടപഴകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോണോലോഗ് എന്ന് പറയുന്നത് തൻ്റെ വൈഫിനെ കൊന്നതിനുള്ള ജസ്റ്റിഫിക്കേഷൻസ് ആണ്, ന്യായീകരണങ്ങളാണ് ഡ്യൂക്ക് ഈ ഒരു മോണോലോഗിലൂടെ പറയുന്നത്. തുടർന്ന് ഈ ഒരു പോയത്തിൻ്റെ എൻഡിൽ തൻ്റെ വൈഫിനെ കൊന്നതിന് ശേഷം പുതിയൊരു മാരേജിനെ പറ്റി ആലോചിക്കുകയാണ് ഡ്യൂക്ക് ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹം ഒരു വാർണിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് വരാൻ പോകുന്ന വൈഫ് തന്നെ ഒബേ ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ താൻ അങ്ങനെ മെരുക്കിയെടുക്കും എന്നുള്ളൊരു വാർണിംഗ് കൂടെ ഈ ഒരു പോയത്തിൻ്റെ എൻഡിൽ ഡ്യൂക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയത്തിലെ ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 15th സെഞ്ച്വറിയിലെ ഫെറാറയിലെ ഡ്യൂക്കായിട്ടുള്ള അൽഫോൺസോ ഡിയെസ്റ്റേ എന്ന് പറഞ്ഞ ഡ്യൂക്കിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഡ്യൂക്കും ഇതുപോലെ തന്നെ 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹവും ഒരു ആർട്ട് ലവറാണ്. ഇനി പോയത്തിൻ്റെ ഡീറ്റെയിൽ സമ്മറിയിലേക്ക് കടക്കാം. പോയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഡ്യൂക്ക് വീട്ടിൽ വന്ന ഗസ്റ്റിന് വോളിൽ ഹാങ് ചെയ്തിരിക്കുന്ന തൻ്റെ വൈഫിൻ്റെ പെയിൻറ്റിങ് കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഫ്രാ പാൻഡോഫ് ആണ് ഈ ഒരു പെയിൻറ്റിങ് വരച്ചതെന്നും പറയുന്നുണ്ട്. ആ ഒരു കാര്യം പറയുന്നത് ഒരു ഇൻറ്റൻഷനോടെയാണ്. കാരണം ഈ ഒരു പെയിൻറ്റിങ് കാണുന്ന ഗസ്റ്റുകളും എല്ലാവരും ഈ ഒരു ഡ്യൂക്കിൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൊരു കാര്യം, ഇത്രയും ഇമോഷൻസ്, അതായത് തൻ്റെ വൈഫിൻ്റെ എല്ലാ എസൻസും ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെയാണ് ഒരു പെയിൻറ്റർ വരച്ചത്, ആരാണ് ആ പെയിൻറ്റർ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂക്ക് അത് ചോദിക്കുന്നതിന് മുന്നേ തന്നെ എടുത്തു പറയാണ് ഫ്രാ പാൻഡോഫ് ആണ് ഈ ഒരു ചിത്രം വരച്ചതെന്ന്. തുടർന്നുള്ള വരികളിൽ ഡ്യൂക്ക് പറയുന്നത് ഡ്യൂക്കിൻ്റെ വൈഫ് അയാളെ കാണുമ്പോൾ മാത്രമല്ല എല്ലാവരെ കാണുമ്പോഴും ചിരിച്ചിട്ടും നാണം കുടുങ്ങിയിട്ടും ഒക്കെയാണ്. അപ്പോൾ തന്നെ കാണുമ്പോൾ മാത്രമല്ല എല്ലാവരെ കാണുമ്പോഴും ഈ ഒരു വൈഫിൻ്റെ മുഖത്തൊരു ബ്ലഷ് വരാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിങ് വരച്ച സമയത്തും ഫ്രാ പാൻഡോഫ് ചില നല്ല വാക്കുകൾ ഈ വൈഫിനെ പറ്റി പറഞ്ഞപ്പോൾ അതേ സമയവും ഈ ഒരു വൈഫിൻ്റെ മുഖത്ത് ഈ ബ്ലഷൊക്കെ വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു വൈഫ് എന്ന് പറയുന്നത് എല്ലാവരെയും വായി നോക്കി നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നമുക്ക് തോന്നും. തുടർന്നുള്ള വരികളിൽ ഡ്യൂക്ക് പറയുന്നത് വൈഫിൻ്റെ ഈ ഒരു ബിഹേവിയർ അദ്ദേഹത്തിന് ഇഷ്ടമാവുന്നില്ല. കാരണം അവൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കൊടുത്തൊരു വിലപിടിപ്പുള്ള മാലയും ഈ ഒരു ജോലിക്കാരൻ ഗാർഡനിൽ നിന്ന് പറിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ ചെടിയുടെ കൊമ്പും അവൾക്ക് ഒരേ ഫീലിംഗ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഡ്യൂക്ക് പറയുന്നത്. ഡ്യൂക്ക് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിന് എത്ര വലിയ സമ്മാനമാണെന്നുണ്ടെങ്കിലും ചെറിയ സമ്മാനമാണെന്നുണ്ടെങ്കിലും അത് തരുന്ന സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആണ്. കൂടാതെ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. തൻ്റെ 900 years പഴക്കമുള്ള കുടുംബപ്പേര് പോലും ഈ ഒരു വൈഫിന് ചെറിയൊരു സമ്മാനം മാത്രമാണെന്നാണ് ഡ്യൂക്ക് പറയുന്നത്. തുടർന്നുള്ള വരികളിൽ ഡ്യൂക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റുമോ, അത്രമാത്രമൊക്കെ ഒരാൾക്ക് തരം താഴാൻ പറ്റുമോ എന്ന് ഡ്യൂക്ക് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഡ്യൂക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹം ആളുടെ വൈഫിൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനത്തെ ഈ സ്വഭാവം ഇഷ്ടമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ അതിന് മാറ്റം വരുത്തും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പറയാൻ വേണ്ടി തരം താഴാൻ ഈ ഡ്യൂക്ക് റെഡിയല്ല, ഇങ്ങനെയും ഡ്യൂക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡ്യൂക്ക് പറയുന്ന വാദങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ വൈഫ് തന്നെ കാണുമ്പോഴും ചിരിക്കും, മറ്റാരെ കാണുമ്പോഴും ചിരിക്കും, എപ്പോഴും ചിരി മാത്രമാണ് തൻ്റെ വൈഫിനെന്ന് പറയുന്നുണ്ട്. തുടർന്നുള്ള ലൈൻസിൽ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് താൻ തൻ്റെ വൈഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറൊരാളെ ഏർപ്പാട് ചെയ്തത്, അതോടെ അവളുടെ ചിരി ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. ഇനി തൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഈ ഒരു പെയിൻറ്റിങ്ങിൽ മാത്രമായിരിക്കും ചിരിക്കുക, കാരണം അവളെ കൊന്നു കഴിഞ്ഞു, ഇനി അവൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ മാത്രമാണ് ചിരിക്കുക എന്ന് ഡ്യൂക്ക് പറയുന്നുണ്ട്. തുടർന്ന് തൻ്റെ ഈ ഒരു വാദങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗസ്റ്റിൻ്റെ അടുത്ത് താഴത്തേക്ക് പോവാമെന്ന് ഡ്യൂക്ക് പറയുന്നുണ്ട്. അവിടെ വേറെ ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് സ്റ്റെയർ ഇറങ്ങി താഴോട്ട് പോകുന്ന വഴി ഡ്യൂക്ക് പറയുന്നുണ്ട് താനൊരു പുതിയ മാരേജ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പുതിയതായിട്ട് മാരേജ് ചെയ്യാൻ പോകുന്ന കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര ദാനശീലനാണ്. എത്ര ഡൗറി വേണ്ടെന്ന് പറഞ്ഞാലും എത്ര സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം വാരിക്കോരി തരും എന്നൊക്കെ പറയുന്നുണ്ട്. ഡ്യൂക്ക് പിന്നീട് പറയുന്നുണ്ട് എനിക്ക് സ്ത്രീധനമല്ല വേണ്ടത്, എനിക്ക് ആ കുട്ടിയാണ് എൻ്റെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട്. തുടർന്ന് സ്റ്റെയർ ഇറങ്ങുന്ന വഴി ഒരു പെയിൻറ്റിങ് ഗസ്റ്റിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ക്ലൗസ് ഓഫ് ഇൻസ്ബർഗ്
തനിക്ക് വേണ്ടി പ്രത്യേകം ബ്രോൺസിൽ നിർമ്മിച്ച പ്രതിമയാണെന്ന് ഡ്യൂക്ക് പറയുന്നുണ്ട്. ഈ ഒരു പ്രതിമ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് മാരി ചെയ്യാൻ പോവുകയാണെന്ന് ഡ്യൂക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുതുതായിട്ട് വരുന്ന വൈഫ് താൻ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ മെരുക്കിയെടുക്കും എന്നുള്ളതാണ് ആ ഒരു പെയിൻറ്റിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ പെയിൻറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും സീഗോഡ് സീ ഹോഴ്സിനെ മെരുക്കുന്ന ഒരു ചിത്രമാണ്. തൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന വൈഫിന് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നതും.